അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മക്കളെ, നമ്മളൊരു മോഡൽ എക്സാം നടത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ ആൻസർ കീയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് കുട്ടികൾ 13,000-ലധികം കുട്ടികൾ പരീക്ഷ എഴുതി. വളരെ സന്തോഷമുണ്ട്. അൽഹംദുലില്ലാഹ്. ഈ ഒരു പഠനം നിങ്ങൾ തുടർന്നും കാണിക്കണം. നിങ്ങളുടെ അധ്വാനത്തിന് ഫലം എന്തായാലും പടച്ചോൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്ക് അത്രയും ലിമിറ്റ് നമ്മുടെ റെസ്പോൺസ് സ്വീകരിക്കാനുള്ള ഒരു ലിമിറ്റ് അത്ര ഉള്ളത് കൊണ്ടാണ് ആ 13,000-ൽ നിന്നത്. പിന്നെ ഒരുപാട് ആൾക്കാർ പരീക്ഷ എഴുതാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജുകൾ അയച്ചിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയുള്ള എക്സാമുകൾക്ക് നമ്മൾ അതിനുള്ളൊരു പരിഹാരം കാണും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു ഫോണിൽ നിന്ന് ഒരാൾ ഒറ്റത്തവണ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, എക്സാം അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ. ചില കുട്ടികളൊക്കെ 15 മാർക്ക് കിട്ടുന്നത് വരെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആ ലിങ്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എക്സാമിൻ്റെ ലിങ്ക് തരുന്ന സമയത്ത് ഒരു ഫോണിൽ നിന്ന് ഒരൊറ്റ ആൾക്ക് ഒരു റെസ്പോൺസ് മാത്രം സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലായിരിക്കും എക്സാം ഉണ്ടാവുക. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് 2 കുട്ടികളുണ്ടെങ്കിൽ അവർ 2 ഫോൺ ഉപയോഗിക്കേണ്ടി വരും. കാരണം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ അല്ലേ. അതായത് ഒരേ കുട്ടി തന്നെ ഒരുപാട് തവണ ഫുൾ മാർക്ക് സ്കോർ ചെയ്യുന്നത് വരെ അറ്റൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയും അവസാനം അറ്റൻഡ് ചെയ്യേണ്ട ആളുകൾക്ക് അതിന് സൗകര്യം കിട്ടാതിരിക്കുകയും ചെയ്തതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു സെറ്റിങ്സിൽ അങ്ങനെ ഒരു മാറ്റം വരുത്തൽ നിർബന്ധിതരായതുകൊണ്ടാണ് അതിലെല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ് കേട്ടോ. പ്രത്യേകിച്ചും ഒരു വീട്ടിൽ നിന്ന് ഒന്നിലധികം കുട്ടികളൊക്കെ ഉള്ളവർ. അപ്പോൾ ആ വീട്ടിൽ ഒന്നിലധികം ഫോൺ ഉണ്ടെങ്കിൽ ആ ഫോണുകൾ ഉപയോഗിച്ചിട്ട് അറ്റൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും ഒരുപാട് ആൾക്കാർ പരീക്ഷ എഴുതി, ഒരുപാട് ആൾക്കാർ ഫുൾ മാർക്ക് സ്കോർ ചെയ്തു, ഒരുപാട് ആൾക്കാർ അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു തന്നു. വലിയ സന്തോഷം. ഇനിയും ഇതേ ആവേശത്തോടെ പഠിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ നമ്മൾ ഓരോ ചോദ്യങ്ങളിലേക്ക് അതിൻ്റെ ഉത്തരത്തിലേക്കും പോകാം. ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു, റമളാനിൻ്റെ ഓമന പേര് എന്താണെന്നുള്ളത് അല്ലേ. നമ്മൾ സിമ്പിളായ ചോദ്യമാണ്. സയ്യിദു ഷുഹൂർ അല്ലേ, മാസങ്ങളുടെ നേതാവ് സയ്യിദ് ഷുഹൂർ എന്നാണ് റമളാനിൻ്റെ ഓമന നാമം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നിടവിട്ട ദിവസങ്ങളിൽ നോമ്പ് പതിവാക്കിയ നബി ആരാണ് എന്നുള്ളതാണ്. ദാവൂദ് അലൈഹിസ്സലാമാണ് അല്ലേ. അവിടെ നമ്മൾ പറഞ്ഞിരുന്നു അള്ളാഹുവിന് ഇഷ്ടമുള്ള നോമ്പ് ദാവൂദ് അലൈഹിസ്സലാമിൻ്റെ നോമ്പാണ്. എന്താണ് ദാവൂദ് അലൈഹിസ്സലാമിൻ്റെ നോമ്പിൻ്റെ പ്രത്യേകത? ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് ദാവൂദ് അലൈഹിസ്സലാം നോമ്പ് നോറ്റിരുന്നത്. അപ്പോൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട നോമ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും അതുമായി ബന്ധപ്പെട്ടതാണ്, ഒന്നിടവിട്ട ദിവസങ്ങളിലുള്ള നോമ്പ്. ഇനി ജ്ഞാനപീഠം അവാർഡ് നേടിയ ആദ്യ മലയാളി അല്ലേ, ജി ശങ്കരക്കുറുപ്പ് നമ്മൾ പറഞ്ഞു. ഇതിൽ ഏറ്റവും പരമോന്നത സാഹിത്യ പുരസ്കാരം ജ്ഞാനപീഠ പുരസ്കാരമാണ് എന്നും ആ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു. ഇനി ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഗ്രന്ഥം ഏതാണ് എന്നുള്ളതാണ്. അത് ഈ ഓപ്ഷനിലില്ല. ഇത്ഹാഫ് അല്ലേ, ഇത്ഹാഫ് എന്നുള്ളതാണ് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഗ്രന്ഥം. ഇത്ഹാഫ് അല്ലേ, പഠിച്ചു കേട്ടോ, ഇത്ഹാഫ്. പിന്നെ വാസ്കോ ഡ ഗാമ കാപ്പാട് കപ്പലിറങ്ങിയ വർഷം ആണ് അടുത്ത് ചോദിച്ചത്. 1498 അല്ലേ, 1498 വാസ്കോ ഡ ഗാമ കപ്പലിറങ്ങിയത്. അപ്പം തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഇന്ത്യയിലേക്ക് കടൽ മാർഗം ആദ്യം എത്തിയ വിദേശികൾ പോർച്ചുഗീസുകാരനാണ് വാസ്കോ ഡ ഗാമ. ഇനി സൗമ് എന്ന പദത്തിൻ്റെ ഭാഷാർത്ഥം എന്താണ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. പിടിച്ചു നിൽക്കൽ, നിയന്ത്രിക്കൽ. എന്താണ് പിടിച്ചു നിൽക്കൽ, നിയന്ത്രിക്കൽ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിൻ്റെ സാങ്കേതിക അർത്ഥം നമ്മൾ എന്താണെന്ന് പറഞ്ഞിരുന്നു. പ്രഭാതം മുതൽ പ്രദോഷം വരെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് അല്ലെങ്കിൽ ചില പ്രത്യേക കാര്യങ്ങളെ തൊട്ട് പിടിച്ചു നിൽക്കലാണ് നോമ്പ് എന്നതിൻ്റെ സാങ്കേതിക അർത്ഥം അല്ലെങ്കിൽ മതപരമായ അർത്ഥം എന്നും നമ്മൾ ആ സമയത്ത് പറഞ്ഞിരുന്നു. ഈ ആകെ മഹ്റജുകൾ എത്രയാണെന്ന് പറഞ്ഞു? 17 അല്ലേ, 17 മഹ്റജുകളാണ് ആകെ ഉള്ളത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥം എഴുതിയത് ആരാന്ന് പറഞ്ഞല്ലോ. തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥം എഴുതിയത് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമനാണ് എന്നതും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത ചോദ്യം എന്തായിരുന്നു? ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ കേരള മുഖ്യമന്ത്രിയായ വ്യക്തി ആരാണ്? AK ആൻ്റണി. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ കേരള മുഖ്യമന്ത്രിയായത് AK ആൻ്റണി. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, കഴിഞ്ഞ വർഷം വന്ന ചോദ്യം മുസ്ലിമായ ഏക കേരള മുഖ്യമന്ത്രിയായ ഏക മുസ്ലിം CH മുഹമ്മദ് കോയയാണ്. അതേപോലെ തന്നെ CH മുഹമ്മദ് കോയയുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എന്താണ്? ഏറ്റവും കുറച്ചു കാലം മുഖ്യമന്ത്രിയായത് CH മുഹമ്മദ് കോയ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ തവണ ആയതാരാണ്? K കരുണാകരൻ. ഇതൊക്കെ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അടുത്തത്
മരിച്ച സഹോദരൻ്റെ പച്ചമാംസം തിന്നുന്നതിന് സമമാണ് എന്ത് എന്നുള്ളതായിരുന്നു. എന്താണ്? ഗീബത്ത് പറയലാണ് അല്ലേ. മരിച്ച സഹോദരൻ്റെ പച്ചമാംസം തിന്നുന്നതിന് സമമാണെന്ത്? ഗീബത്ത് പറയുന്നത് അല്ലേ. ഒരു സഹോദരന് ഇഷ്ടമില്ലാത്തത് പറയലാണ് ഗീബത്ത് എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഒരാൾ പറഞ്ഞ കാര്യം പ്രശ്നമുണ്ടാക്കണം അല്ലെ, കുഴപ്പമുണ്ടാക്കണം എന്ന ഉദ്ദേശത്തോടെ മറ്റൊരാളോട് പറയലാണ് നമീമത്ത് എന്ന് നമ്മൾ പറഞ്ഞു. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ നബിതങ്ങൾ ഛർദ്ദിച്ച് കളയണമെന്ന് പറഞ്ഞത് എന്തായിരുന്നു? നിന്ന് കുടിച്ചതാണ് അല്ലേ. നിന്ന് കുടിച്ചതാണ് നബിതങ്ങൾ ഛർദ്ദിച്ച് കളയണമെന്ന് പറയുന്നത്. അത്രയും ഗൗരവത്തിലുള്ള വിഷയമാണ്. ആവശ്യമില്ലാതെ നിന്ന് കുടിക്കൽ എന്നതിൻ്റെ ഗൗരവം ഉണർത്താൻ വേണ്ടി പറഞ്ഞതാണ്. ഇനി ശബ്ദം നേർപ്പിക്കലിനെ പറയുന്നത് അല്ലേ, എന്താണ്? തറക്കീഖ്. തറക്കീഖ് നമ്മൾ പറഞ്ഞു ശബ്ദം നേർപ്പിക്കലാണ്. ശബ്ദം കനപ്പിക്കലാണ് എന്ത്? തഫ്ഹീം എന്ന് പറയുന്നത് എന്നൊക്കെ പറഞ്ഞു. ഇനി എന്താണ്? നോമ്പ് എനിക്കുള്ളതാണ്, ഞാൻ അതിന് പ്രതിഫലം നൽകും എന്ന ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ പെടാത്തത് ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ നോമ്പ് മറ്റ് ദൈവങ്ങൾക്ക് അർപ്പിക്കപ്പെടാറില്ല. നമ്മൾ പറഞ്ഞല്ലോ അല്ലേ, മറ്റു ദൈവങ്ങൾക്ക് നോമ്പ് അർപ്പിക്കപ്പെടാറില്ല. അത് ശരിയാണ്. എന്താണ്? നോമ്പ് എനിക്കുള്ളതാണ്, ഞാൻ അതിന് പ്രതിഫലം നൽകുമെന്ന വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ടതാണ്. ബന്ധപ്പെടാത്തതാണ് ചോദിച്ചത്. അപ്പോൾ നോമ്പിന് വമ്പിച്ച പ്രതിഫലം ഉണ്ട് എന്നാണ് അതുമായി ബന്ധപ്പെടാത്തത്. നോമ്പ് രഹസ്യമായ ആരാധനയാണ്. നോമ്പ് എനിക്കുള്ളതാണ്, ഞാൻ അതിന് പ്രതിഫലം നൽകും എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥത്തിൽ പെട്ടതാണ് എന്ത്? നോമ്പ് രഹസ്യമായ ആരാധനയാണ് എന്നുള്ളതും നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ അന്നപാനീയങ്ങൾ വെടിയുന്നു എന്നതും. അപ്പം നോമ്പ് എനിക്കുള്ളതാണ്, ഞാൻ അതിന് പ്രതിഫലം നൽകുമെന്ന ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ പെടാത്തത് നോമ്പിന് വമ്പിച്ച പ്രതിഫലം ഉണ്ട് എന്നാണ്. നോമ്പിന് വമ്പിച്ച പ്രതിഫലം ഉണ്ട്, പക്ഷേ ഈ ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ നാം മനസ്സിലാകുന്നത് ബാക്കി 3 കാര്യങ്ങളാണ്. ഇനി സാക്കിനായ നൂറിൻ്റെയും തെൻവീൻ്റെയും ശേഷം ബാ വന്നുള്ള വിദ്യാർത്ഥി എല്ലാവർക്കും അറിയാലോ, ഇഖ്ലാബ് അല്ലേ. അത് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ബാ ഇഖ്ലാബ്. ബാ വന്നാൽ ഇഖ്ലാബ് എന്ന് പ്രത്യേകം തന്നെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. ഇനി റമളാനും നോമ്പുകളും എന്ന ഗ്രന്ഥം രചിച്ചത് പി.എ. മുഹമ്മദ് ബാക്കവി മുണ്ടംപറമ്പ് അല്ലേ. പി.എ. മുഹമ്മദ് ബാക്കവി മുണ്ടംപറമ്പ് ഉസ്താദാണ് റമളാനും നോമ്പുകളും എന്ന ഗ്രന്ഥം രചിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ എക്സാമിൽ നമ്മൾ ക്വസ്റ്റ്യനായിട്ട് വന്നിരുന്നത്. ഇനിയും നമുക്ക് എക്സാമുകൾ വരാനുണ്ട്. നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും അല്ലാഹു ഉന്നത വിജയം നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.